ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3യുടെ മുന്നേ നടന്ന പരീക്ഷയുടെ സബ്ജക്റ്റ് അനാലിസിസ് ആണ്. സോ ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സിന് ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രണ്ട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ രണ്ട് സ്ട്രീം എന്ന് പറയുന്നത് സിവിൽ ആൻഡ് മെക്കാനിക്കലാണ്. അതുകൊണ്ട് തന്നെ സിവിലിനും മെക്കാനിക്കലും ഈക്വൽ വെയിറ്റേജ് ആണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്. അതായത് 50 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ 50 മാർക്കായിരിക്കും സിവിലും മെക്കാനിക്കലും. അപ്പോൾ സിവിൽ അറിയാമെന്ന് അല്ലെങ്കിൽ സിവിലിൽ സ്ഥിരം റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ സിവിലിൻ്റെ 50 മാർക്ക് വെച്ചിട്ട് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ കടക്കാൻ പറ്റത്തില്ല. കാര്യം മുന്നേ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് കഴിഞ്ഞ പരീക്ഷ കട്ട് ഓഫ് തന്നെ 63 സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ 63 അല്ലെങ്കിൽ 65 മാർക്ക് ഈ 50 കൊണ്ട് കിട്ടത്തില്ലല്ലോ. പിന്നെ മെക്കാനിക്കലിലെ പോർഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പറ്റൂ. തിരിച്ചതുപോലെ തന്നെ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ 50 മാർക്ക് കിട്ടും. ബാക്കി സിവിലിൻ്റെ പോർഷൻ പഠിച്ചില്ലെങ്കിൽ 50-ൽ തന്നെ നമ്മൾ 50 തന്നെ കിട്ടണമെന്നും നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചൊന്ന് അഡീഷണൽ എഫേർട്ട് എടുത്ത് മറ്റേ ബ്രാഞ്ചൂടെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ സാധിക്കും. സോ ഈക്വൽ വെയിറ്റേജ് ഉള്ള ഒരു പരീക്ഷയാണ് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്ട്സും അതിൻ്റെ വെയിറ്റേജ് ഒന്ന് നോക്കാം. സർവേയിങ്ങിന് നമുക്ക് 13 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 15, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 6, ഇറിഗേഷൻ 5, ഹൈഡ്രോളജി 4, ഓട്ടോക്യാഡ് 3, എസ്റ്റിമേഷൻ 2, ബൈലോസ് 2 ആൻഡ് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ 7, മെക്കിൽ നിന്ന് 43. മെക്ക് 43 ജയിക്കും. നിങ്ങൾ 50 ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്. നമുക്ക് ഈ 7 വർക്ക്ഷോപ്പ് സയൻസ് മെക്കിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണ് മെക്കിന് 50 വന്ന, ബാക്കി 50 സിവിലിന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമുക്ക് സിവിലിൻ്റെ സബ്ജക്ട്സിലേക്ക് ഒന്ന് വരാം. സിവിലിൻ്റെ സബ്ജക്ട്സിൻ്റെ അനാലിസിസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏത് ഓവർസിയർ എക്സാംസ് എടുത്താലും ആർക്ക് തന്നെയാണ്? ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ സർവേയിങ്ങുമാണ്. ഈ 3 സബ്ജക്ട്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. അതായത് നോക്കിക്കാൻ നിങ്ങളൊരു 10-30 മാർക്കോളം നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് കിട്ടി. നമ്മുടെ കട്ട് ഓഫിൻ്റെ പകുതിയോളം നമുക്ക് എത്തി. കട്ട് ഓഫിൻ്റെ പകുതിയിൽ ഇനിയും പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു 30 മാർക്ക് നമുക്ക് എന്ത് പറ്റി? സർവേയിൽ നിന്നും ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ നിന്നും നമുക്ക് കിട്ടും. ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും സർവേയും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ആദ്യം ഇടം നേടേണ്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഇവർ രണ്ടുപേരാണ്. സിവിലുകാർക്ക് ഈ 2 സബ്ജക്റ്റും എല്ലാ പരീക്ഷയ്ക്കും പഠിക്കേണ്ടതുകൊണ്ട് തന്നെ അവർ പലതവണ പഠിച്ച ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ബട്ട് മെക്കുകാർ അവിടെ എന്ത് ചെയ്യണം? മെക്കുകാർ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ട അല്ലെങ്കിൽ ആദ്യം പഠിച്ച് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ സർവേയിങ്ങുമാണ്. ഓക്കെ, ബാക്കിയൊന്നും പഠിക്കേണ്ടെന്നല്ല, പക്ഷേ കൂടുതൽ സമയവും കൂടുതൽ റിവിഷനും. നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ബ്രിക്ക് എന്താണ്, സിമെൻറ്റ് എന്താണ്, ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഒരു തവണ വായിക്കുമ്പോൾ മനസ്സിലാവും, ക്ലാസ് കേട്ടാലും മനസ്സിലാവും. പക്ഷേ എന്താണ്, നമ്മൾ മറന്നു. അപ്പോൾ മറന്നു പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്ത് പഠിച്ച് വെച്ചിട്ടും കാര്യമില്ല. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് അറിയണ്ടേ? ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? യു ഹാവ് ടു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പം ഇത് രണ്ടും ഓർത്ത് വെക്കുക, റിവൈസ് ആൻഡ് പ്രാക്ടീസ്. അതുപോലെ തന്നെ ഈ 2 സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും കൂടെ വേണം. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പറേഷൻ ടിപ്സ് കുറച്ച് പറയാം. എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്, അത് ഒരിക്കലും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് അറിയണം, എക്സാം പാറ്റേൺ രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെയിറ്റേജും ഏകദേശം കഴിഞ്ഞ പരീക്ഷ വെച്ചിട്ടുള്ള ഒരു ഐഡിയയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് വീഡിയോ ലെക്ചേഴ്സാണ്. നമുക്ക് പഠിക്കേണ്ട വസ്തുക്കൾ വേണം. അത് നമ്മൾ വേറെ ബ്രാഞ്ച് പഠിക്കുവാണ്, നമ്മൾ തന്നെ വായിച്ച് പഠിക്കാനാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം അല്ലേ. അപ്പോൾ ഈ സമയം കൺസെപ്ഷൻ നമുക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനും വേണ്ടിയിട്ട് യു ക്യാൻ സ്റ്റഡി അണ്ടർ സം ബെറ്റർ ഗൈഡൻസ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. നമ്മുടെ എൻട്രിയിൽ നമ്മൾ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും ഒരു ബ്രാഞ്ചിൽ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ഗ്രോ ചെയ്തൊരു പ്ലാറ്റ്ഫോം അല്ല എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ബ്രാഞ്ചസും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ എല്ലാ ബ്രാഞ്ചസും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. സോ സിവിലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും നമുക്ക് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ആൻഡ് ഓരോ കൺസെപ്റ്റുകളും വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, കോൺസെപ്റ്റ് വൈസ് പഠിക്കുക. എസ്പെഷ്യലി നമ്മുടെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനകത്ത് മെക്കാനിക്സ് ആൻഡ് സോളിഡ്സിൻ്റെ കുറച്ച് പോർഷൻ വരുന്നുണ്ട്. അതൊക്കെ കാണാതെ പഠിക്കാതെ കോൺസെപ്റ്റ് വൈസ് പഠിച്ച് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, വീഡിയോ കണ്ടിട്ടാണെങ്കിലും ടൈം മാനേജ് ചെയ്യുക. പിന്നെ അതിനുശേഷം മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ല, ഇതിനകത്ത് പഠിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക.
ഒരു ഒറ്റ മോട്ടോ ഉള്ളൂ ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. എന്തൊക്കെയാണ്? സ്റ്റഡി, റിവൈസ് ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോട്ടോ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മോക്ക് ടെസ്റ്റ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേൺ, പിന്നെ പഠിച്ചതൊന്ന് ടെസ്റ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇതിങ്ങനെ സൈമൾട്ടേനിയസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ എക്സാം വരെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റിൽ നമ്മൾ എപ്പോഴും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വലിയ സ്റ്റെപ്പ്, അതായത് വലിയ ടാർഗറ്റുകളൊന്നും വെക്കരുത്. ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റ് മൊത്തം തീർത്തേക്കാം അല്ലെങ്കിൽ ടോപ്പിക് അങ്ങനെ വിചാരിക്കരുത്. കുഞ്ഞു സ്റ്റെപ്പ് ഇടുക. കുഞ്ഞു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യങ്ങളിലെത്താൻ വളരെ എളുപ്പമാണ്. വലിയ സ്റ്റെപ്പാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പഠിത്തത്തിലും കൊണ്ടുവരിക. ഓക്കെ, പിന്നെ നമ്മൾ എൻട്രിയുടെ കോഴ്സസിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, നോർമൽ ബാച്ചസും ഉണ്ട്, ഗോൾഡ് ബാച്ചും ഉണ്ട്. നോർമൽ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഗോൾഡ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ദേ വിൽ ഗിവ് യു എ സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് കാണുന്നു. അതിനുശേഷം വീക്ക്ലി 3 ലൈവ്സ് ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സസിനെ ബേസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നു. സോ ദാറ്റ് നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ അവിടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ആ കൺസേൺ ഫാക്കൽറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ലൈവ് ടെസ്റ്റ് ഉണ്ട്, ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമ്മളോടൊപ്പം ചേർന്ന് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 കോഴ്സ് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി നിമി ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.